ബോക്സ് ആപ്പ് തട്ടിപ്പ് കേസിൽ നടൻ ജയസൂര്യക്കെതിരെ നടപടിയുമായി ഇഡി 39 ലക്ഷത്തിന്റെ സ്വത്തുക്കൾ മരവിപ്പിച്ചു. സ്ഥാപനത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായിരുന്നു ജയസൂര്യ. വിപിൻ സി വിജയൻ കൊച്ചിൻ ചെയ്യുന്നു. വിപിൻ, ഈ പറഞ്ഞതുപോലെ ഈ പറയുന്ന തട്ടിപ്പ് കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡറായ നിലയിൽ സാമ്പത്തികമായ ലാഭം ഉണ്ടാക്കിയെന്ന വിലയിരുത്തലാണോ ഇഡിയുടെ നടപടി? ഈ കേസിൽ എന്താണ്, ഈ കേസിന്റെ സ്റ്റാറ്റസ് എന്താണ്? സുഹൈൽ, ഈ സേവ് ബോക്സ് തട്ടിപ്പ് എന്ന് പറയുമ്പോൾ അത് ഒരു ഓൺലൈൻ ലേല ആയിട്ടുള്ള ഒരു ആപ്പായിരുന്നു. ഈ ആപ്പിലൂടെ ആളുകളിൽ നിന്ന് വലിയ തോതിലുള്ള തുക വാങ്ങിക്കൊണ്ടുള്ള ഒരു ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ തുക വാങ്ങിയതിന് ശേഷം ഇവർക്ക് വിലക്കുറവിൽ തന്നെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ നൽകും, ഒപ്പം തന്നെ ഇതിന്റെ ഫ്രാഞ്ചൈസികൾ തുടങ്ങുന്നതിനുള്ള ഇളവുകൾ നൽകും എന്നുള്ളതൊക്കെ ആയിരുന്നു ഈ ആപ്പ് തുടങ്ങിയ സമയത്തുള്ള ഒരു വാഗ്ദാനങ്ങൾ. ഒപ്പം തന്നെ ഇതിന്റെ പ്രൊമോഷന് വേണ്ടിയും വലിയ തുക ചെലവാക്കിയിരുന്നു. അങ്ങനെയാണ് ബ്രാൻഡ് അംബാസഡറായി നടൻ ജയസൂര്യ ഈ ആപ്പിനായിട്ട് എത്തുന്നത്. ഒപ്പം തന്നെ മറ്റു നടന്മാരും എത്തി എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. ഇങ്ങനെ ജയസൂര്യ എത്തിയതിനു ശേഷം ഇതിന്റെ ഒരു തട്ടിപ്പ് പുറത്തു വരികയും അതിനൊരു വലിയ തട്ടിപ്പായി മാറുകയും ചെയ്തു. ഏകദേശം കേരളത്തിൽ നിന്ന് തന്നെ 100 കോടിയിലൊക്കെ അധികം രൂപയുടെ ഒരു തട്ടിപ്പ് നടന്നു എന്നുള്ളതാണ് ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. തൃശൂർ സ്വദേശിയായിട്ടുള്ള സാദിഖ് റഹീമായിരുന്നു ഇതിന്റെ ഒന്നാം പ്രതിയായിട്ടുള്ളത്. ഇയാൾ പ്രധാന പ്രതിയായി വരുമ്പോൾ അവിടെ തന്നെയാണ് ആദ്യത്തെ കേസും രജിസ്റ്റർ ചെയ്തത്. അങ്ങനെയാണ് ECIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് ED ഈ കേസിന്റെ അന്വേഷണം ഏറ്റെടുക്കുന്നത്. അങ്ങനെ ED ഈ കേസിലേക്ക് വന്നതോടു കൂടിയാണ് കൂടുതൽ അന്വേഷണം നടക്കുകയും ഇങ്ങനെ തട്ടിപ്പ് നടത്തിയ തുകയുടെ ഒരു ഓഹരി അത് ജയസൂര്യയിലേക്ക് എത്തിയോ എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ അന്വേഷിക്കുന്നത്. കള്ളപ്പണ ഇടപാട് ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളതുമുണ്ട്. 2 തവണ EDയുടെ കൊച്ചി ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി ജയസൂര്യയെ ചോദ്യം ചെയ്തിരുന്നു. ഏതെങ്കിലും രീതിയിലുള്ള ഒരു സാമ്പത്തിക ഇടപാടുകൾ എത്രത്തോളം ഉണ്ട് ഈ ഒന്നാം പ്രതിയായിട്ടുള്ള സാദിഖ് റഹീമായിട്ട് ഉള്ള എന്നുള്ളതായിരുന്നു പ്രധാനമായും ചോദിച്ചറിഞ്ഞത്. അതിനുശേഷം ഇതിലെ ഒരു കൃത്യമായിട്ടുള്ള ഒരു തുക അത് ജയസൂര്യയിലേക്ക് ലഭിച്ചിട്ടുണ്ടെന്നും മനസ്സിലായതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ 39 ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ ജയസൂര്യയുടെ ED മരവിപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഓഹരി അടക്കം തരാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ തട്ടിപ്പിൽ നിരവധി ആളുകൾ ഇതിൽ ഉൾപ്പെടുകയും ചെയ്തിരുന്നു. അവരൊക്കെ തന്നെ പരാതിയായി പോയതിന്റെ പശ്ചാത്തലത്തിലാണ് ഒന്നാം പ്രതിയെ പിടികൂടുന്നതും ഇപ്പോൾ അത് ആ അന്വേഷണം ബ്രാൻഡ് അംബാസഡറിലേക്ക് എത്തുകയും ഈ നടപടി ഉണ്ടാവുകയും ചെയ്തത്. സേഫ് ബോക്സ് ആപ്പ് സേഫ് ആയിരുന്നില്ല, ഇപ്പോൾ ഇതാ ഒറ്റവും ഒടുക്കും ജയസൂര്യക്കും അത് ആപ്പാകുന്നു. ഒരു കൃത്യമായി പറഞ്ഞാൽ നിക്ഷേപ തട്ടിപ്പായിരുന്നു സേഫ് ബോക്സ് ആപ്പിന്റെ മറവിൽ നടന്നത്. ഇതിൽ ED അന്വേഷണം തുടരുന്നതിനിടെയാണ് ഈ പറഞ്ഞ ബ്രാൻഡ് അംബാസഡർ ജയസൂര്യയുടെ സ്വത്തുക്കളടക്കം ഇപ്പോൾ കണ്ടുകെട്ടിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.